ഉണ്ടാക്കാൻ പോണ ഒട്ടകത്തിൻ്റെ കറി ഒഴിച്ചോളൂ, എണ്ണ ഒഴിച്ചോളൂ. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ കുറച്ച് ചെറിയ തീയാക്കാം. വേഗം ഉലുവട്ടൊക്കെ 4 കഷ്ണം പട്ട നല്ലൊരു സ്മെല്ലിനും കാര്യത്തിനും വേണ്ടിയിട്ട്. കുറച്ച് ഉള്ളി ഇടുക. നല്ല ചെറിയ പീസാക്കിയ ഉള്ളി കട്ട് ചെയ്ത് ഓക്കെ. കുറച്ച് കറിവേപ്പില ഒന്ന് ഇളക്കിക്കിടും. ഉള്ളൊന്ന് കുറച്ച് വാടിയ ശേഷം കുറച്ച് ഉപ്പിടുക. 2 സ്പൂൺ ഉപ്പ്. ഇത് ഇളക്കി മിക്സാക്കാം. നമ്മൾ കുക്കറിലാട്ട് ഉണ്ടാക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള കുക്കറാണ്. കുക്കറിലാണ് നമ്മൾ സാധനം മേക്ക് ചെയ്യുന്നത്. എന്നുവെച്ചാൽ നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. ഓക്കെ. ഉള്ളൊന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് മസാലകളൊക്കെ ഒന്ന് ആഡ് ചെയ്യാം. നമ്മളെ ഒട്ടകത്തിൻ്റെ കറിയും നെയ്ച്ചോറും നമ്മൾ ഉണ്ടാക്കാൻ പോകണം. ഓക്കെ. ആദ്യം കുറച്ച് ജീരകം ഇടാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അത്ര തോന വേണ്ട. ഓക്കെ. ഇനി മല്ലിപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ട് കുറച്ച് ഇനി മല്ലിപ്പൊടി 2 സ്പൂണ് മല്ലി ഒന്ന് വറുത്തെടുക്കാം. ഗരം മസാല കുറച്ച് ഗരം മസാല. അപ്പോൾ ഇതൊന്ന് റെഡി ആയതിന് ശേഷം നമുക്ക് നേരെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് അതിൻ്റെ ഒരു ഇത് കിട്ടിക്കോട്ടെ, ഫ്ലേവർ. ഓക്കെ. പേസ്റ്റ് അരച്ചതിടാം. കുറച്ച് മുളകും അരച്ചിട്ടുണ്ട്. മിക്സ് ചെയ്യും. പച്ചമണം കാര്യങ്ങളും പോയിൻ്റെ ശേഷം നമുക്ക് നേരെ കുറച്ച് തീ കൂട്ടി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ സ്മെല്ലൊക്കെ ഒന്നുകൊണ്ട് പോട്ടെ, ആ വെളുത്തുള്ളിൻ്റെ ഇഞ്ചിൻ്റെ. എന്നിട്ട് നമുക്ക് നേരെ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി അത്യാവശ്യം ഇട്ട് കൊടുക്കണ്ട കേട്ടോ, കാരണം നമുക്ക് അത്യാവശ്യം കറി വേണം. അതുകൊണ്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല മിക്സാക്കി തീൻ്റെ ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ. ഇനി കുറച്ച് നേരം തീയിലൊന്ന് കിടന്നിട്ടൊന്ന് വേവട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങൾ ഇറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഒട്ടക്കിട്ട് കൊടുത്തതിൻ്റെ ശേഷം
അതിന് മേലെ പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ആഡ് ചെയ്യണത് മാഗി ക്യൂബ് ഇട്ടാൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. കഴിച്ചിട്ട് മാഗി ക്യൂബ് ഇട്ടാൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ മാഗി ക്യൂബ് നമ്മൾ ഇടുന്നത്. ഉപ്പ് ഒരു കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമ്മൾ നേരത്തെ നമ്മൾ ചൂടാക്കി വെച്ചിരുന്ന പൊടി ഇട്ട് കൊടുക്കട്ടെ. ആഡ് ചെയ്യാം. ഫുൾ ആഡ് ചെയ്യുക. കാരണം എല്ലാം കൂടി മിക്സ് ആയതുകൊണ്ട് നല്ല സ്മെല്ലും കാര്യങ്ങളും വരുന്നുണ്ട്. ഓക്കെ, നല്ല മിക്സ് ചെയ്യും. തീൻ്റെ ഫ്ലെയിമൊന്ന് ചെറുതായിട്ട് കുറക്കാം. ഇത് നമ്മൾ ഒട്ടകട്ട അതിൽ വെള്ളം നന്നായിട്ട് പോകണം. ഉള്ളി വെള്ളം പാടില്ല ഇതിൽ. ഇതാണ് നമ്മൾ ഒട്ടകം. നമ്മളിനി ഒട്ടകം ആഡ് ചെയ്യാൻ പോവാണ്. ഒട്ടകം ഇതിലിടാൻ പോവാണ്. ഒട്ടകട്ട് നന്നായിട്ട് നല്ല മിക്സ് ആക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ മസാല ഒക്കെ പിടിച്ച് നല്ല മിക്സ് ആക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യാം. തീൻ്റെ ഫ്ലെയിമൊന്ന് ചെറുതായിട്ട് കുറച്ച് വെക്കണം. നല്ല മിക്സ് ചെയ്യുക. എല്ലാം ഇറച്ചിലെല്ലാം പൊടിയൊക്കെ ആവണം. ഓക്കെ, സെറ്റ്. നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം കുറച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ പകുതി അയച്ചു കൊടുക്കാം. ഹാഫ് വെള്ളം കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പകുതി മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 6-7 വിസിൽ ഒട്ടക അത്യാവശ്യം വേണ്ടി വരും. ഒരു 6-7 വിസിൽ അടിച്ചതിന് ശേഷം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ഒരു നല്ലൊരു രീതിയിൽ അയക്കണേ. മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് എല്ലാത്തിലും. കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു കളറ്, നല്ലൊരു കളറും ഉണ്ടാവും. കുരുമുളകിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി ഇടാം. ഒരു ഓക്കെ, ബസ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചിട്ടിട്ട് വേവിച്ചാൽ. ഓക്കെ, വേവിക്കാം. അടച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വെള്ളം കിട്ടണം. അപ്പോൾ ഇവിടെ കുക്കർ നന്നായിട്ടൊന്ന് കുക്കറിലിട്ടിട്ടൊന്ന് ഒരു 6-7 വിസിലടിച്ചതിന് ശേഷം നമുക്ക് നോക്കാം ബാക്കി. ഓക്കെ, നോക്കിയിട്ട് നമ്മൾ ഒട്ടകം തട്ടാൻ പോവാണ്. ഇതാണ് ഒട്ടകം. ഒട്ടകം സെറ്റായിട്ടാ. ഓക്കെ, ഒട്ടകം സർവ് ചെയ്യുന്നത്. ഇതാണ് നമ്മളെ ഒട്ടകത്തിൻ്റെ
ഒട്ടകം സർവ് ചെയ്യുന്നത്. ഇതാണ് നമ്മളെ ഒട്ടകത്തിൻ്റെ